അതായത് യെസ്റ്റർഡേക്ക് 3 ദിവസം മുമ്പ് സൺഡേ ആണെന്നുണ്ടെങ്കിൽ ടുമാറോയ്ക്ക് 3 ദിവസത്തിന് ശേഷം ഏതായിരിക്കും ദിവസം എന്നാണ് നമ്മുടെ ചോദ്യം. ഞാൻ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ടൈമർ തരാം, നിങ്ങൾ ചെയ്യുക. 1 മിനിറ്റ് ടൈമുണ്ട്, ചെയ്യുക. ദേ വരുന്നു ടൈമർ. യെസ്റ്റർഡേക്ക് 3 ദിവസം മുമ്പ് സൺഡേ ആയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടുമാറോ കഴിഞ്ഞിട്ട് 3 ദിവസം കഴിയുമ്പോൾ എന്താണ് ദിവസം എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ആരൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്? ഉണ്ണികൃഷ്ണൻ ആൻസർ ചെയ്തു, ഷതു ആൻസർ ചെയ്തു. 16 മോർ സെക്കൻഡ്സ് ഉണ്ട്, പതുക്കെ ചെയ്താൽ മതി. സിജു ആൻസർ ചെയ്തു, നന്ദു ആൻസർ ചെയ്തു. നോക്കാം നമുക്ക്. ഓക്കെ, ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. എല്ലാവരെയും കുറേ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും അല്ലേ? ഓക്കെ, നോക്കാം നമുക്ക് ഇതെങ്ങനെ നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ടുഡേ എടുക്കും അല്ലേ? അപ്പോൾ നമ്മൾ ടുഡേ നമ്മൾ മാർക്ക് ചെയ്യും. ദെൻ അതിനുശേഷം അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് യെസ്റ്റർഡേ. യെസ്റ്റർഡേക്ക് 3 ദിവസം മുമ്പെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 3 ഡാഷ് ഇടും. ആ 3 ദിവസം നമ്മൾ എന്ത് കൊടുക്കും? സൺഡേ എന്ന് നമ്മൾ കൊടുക്കും. അതിനുശേഷം നമുക്ക് എന്തുണ്ട്? ടുമാറോ കഴിഞ്ഞ് 3 ദിവസം പഠിച്ച് വെച്ചേക്കുന്നത്. ടുമാറോ കഴിഞ്ഞിട്ട് 3 ദിവസം, അതായത് 1, 2, 3 ഈ ദിവസമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതും: സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ. സോ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? മൺഡേ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഇങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരുപാട് ടൈം നമുക്ക് കൺസ്യൂമിങ് ആണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ മെത്തേഡ് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം ടുഡേ എഴുതും, കാര്യം നമ്മുടെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ടുഡേ ആണ്. അപ്പോൾ യെസ്റ്റർഡേക്ക് 3 ദിവസം മുമ്പ്, അപ്പോൾ യെസ്റ്റർഡേ എടുത്തു, യെസ്റ്റർഡേക്ക് 3 ദിവസം മുമ്പ് നമ്മൾ വരച്ചു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടുമാറോയ്ക്ക് 3 ദിവസം ശേഷമുള്ള സംഗതിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എഗെയിൻ 3 ഡാഷ് കൊടുക്കുന്നു. ആൻഡ് ഈ റെഫറൻസ് ഡേറ്റ് നമുക്കുണ്ട്, സൺഡേ ആണ് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇത് സൺഡേ ആണെന്നുണ്ടെങ്കിൽ ഇത് മൺഡേ, ഇത് ട്യൂസ്ഡേ, ഇത് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ, ഇങ്ങനെ പോകും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻസർ നമ്മൾ കണ്ടെത്തുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യം നമുക്കില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നോക്കിക്കേ, ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നോക്കിക്കേ, ഇപ്പം നമുക്ക് മനസ്സിലായി ഡാഷ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡാഷിന് പകരം നമ്മൾ എന്ത് ഡയറക്റ്റ് നമ്പേഴ്സ് നമ്മൾ എഴുതുന്നു, അത്രയേ ഉള്ളൂ. നോക്കിക്കേ, 3 ഡേയ്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? 3 ഇവിടെ വരും. യെസ്റ്റർഡേയിൽ എന്തുണ്ട്? ഒരു ഡേ ഉണ്ട്. പിന്നെന്തുണ്ട്? ഇവിടെ ഒരു 3 ഡേ ഉണ്ട്. പിന്നെ ടുമാറോയിൽ എന്തുണ്ട്? 1 ഉണ്ട്. അങ്ങനെ എത്രയായി? 3 + 1 + 3 + 1. അപ്പോൾ എത്രയായി? 3 + 1 4, 4 + 3 7, 1 8 അല്ലേ? അപ്പോൾ 8 ദിവസമായി. അപ്പോൾ നമുക്കറിയാം 8 ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓഡ് ഡേ എത്ര ആയിരിക്കും? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് എത്ര കിട്ടും? 1 നമുക്ക് കിട്ടും അല്ലേ? ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താണ്? നമുക്ക് മുന്നോട്ടാണോ കണ്ടുപിടിക്കേണ്ടത്, പിന്നോട്ടാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആഫ്റ്റർ ടുമാറോ ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. സോ എന്താണ്? +1 ആണ്. സോ നമ്മുടെ റെഫറൻസ് ഡേറ്റ് എന്താണ്? സൺഡേ ആണ്. അപ്പോൾ സൺഡേയുടെ കൂടെ +1 വന്നാൽ നമുക്ക് എന്ത് കിട്ടും? മൺഡേ എന്ന് നമുക്ക് ആൻസർ കിട്ടും. വളരെ എളുപ്പം. ഓക്കെ, ഹരി ഇന്നലത്തെ ബാക്കിയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടെ ഞാൻ പറയാം. 3 ഡേയ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ 3 എഴുതി. ദെൻ യെസ്റ്റർഡേയിൽ എന്തുണ്ട്? ഒരു ഡേ ഉണ്ട്. പിന്നെ ഇവിടെയും 3 ഡേയ്സിൽ ഒരു 3 ഉണ്ട്. ദെൻ ടുമാറോയിലും ഒരു 1 ഡേ ഉണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മൾ ഡേയ്സ് കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ഓഡ് ഡേയ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓഡ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വീക്കിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത സംഗതി. അപ്പം 8/7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 എക്സ്ട്രാ ഡേ എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ 1 പ്ലസ് ആണോ അതോ മൈനസ് ആണോ കൊടുക്കേണ്ടത് തീരുമാനിക്കുക എന്താണ്? ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നതാണ് അല്ലേ? ക്വസ്റ്റനിൽ ആഫ്റ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പ്ലസ് കൊടുക്കും. ബിഫോർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് നമ്മൾ കൊടുക്കും. സോ ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്ന ആഫ്റ്റർ ടുമാറോ ചോദിച്ചേക്കുന്നത്. സോ സൺഡേ +1 നമുക്ക് എന്ത് കിട്ടും? മൺഡേ എന്ന് നമുക്ക് ആൻസർ കിട്ടും. എല്ലായിടത്തും ഈ സാധനം വർക്കൗട്ട് ആവും. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള എററും വരത്തില്ല. നമുക്ക് 100% ആക്യുറസിയോടെ ഒരു 10 സെക്കൻഡിൽ താഴെ നമുക്കത് ചെയ്യാൻ പറ്റും. മനസ്സിലായോ എല്ലാവർക്കും? സംഗതി ക്ലിയർ ആയിട്ട് പിടികിട്ടിയോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് നിങ്ങൾ ചെയ്യുമോ? ഷുവറാണോ? ഓക്കെ, സിമ്പിൾ, വളരെ സിമ്പിൾ. ജസ്റ്റ് എക്സ്ട്രാ ഡേ മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, വേറെ ഒന്നുമില്ല. ആ ഡാഷ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എഴുതുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഇഫ് 5 days before yesterday was Monday, then what will be 8 days after
ടുമാറോ. എന്താ പറഞ്ഞേക്കുന്നത്? യെസ്റ്റർഡേക്ക് 5 ഡേയ്സ് മുന്നേ മൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ ടുമാറോയ്ക്ക് 8 ദിവസം കഴിയുമ്പോൾ, ടുമാറോ കഴിഞ്ഞ് 8 ഡേയ്സ് കഴിയുമ്പോൾ എന്തായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. ദേ വരുന്നു ടൈമർ. ചെയ്താട്ടെ. പലരും പല ആൻസർ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഷ്യാമിൻ്റെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തോ ഷ്യാമേ. ഷ്യാം MS. മൈക്ക് മ്യൂട്ട് ചെയ്യണേ എല്ലാവരും, മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ടൈം കഴിഞ്ഞു നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടെ എത്ര ദിവസമുണ്ട്? 5 ഡേയ്സ്. സോ ഞാൻ ആ 5 എഴുതി. ദെൻ യെസ്റ്റർഡേയിൽ എന്തുണ്ട്? ഒരു 1 ഡേ ഉണ്ട്. സോ ഞാൻ ആ 1 എഴുതി. ഇനി എന്തുണ്ട്? 8 ഡേയ്സ് ഇവിടെ. സോ ഞാൻ ആ 8 എഴുതി. ദെൻ ടുമാറോയിൽ എന്തുണ്ട്? ഒരു 1 ഉണ്ട്. സോ എത്ര ദിവസമായി? 15 ഡേയ്സ് ആയി അല്ലേ? അപ്പോൾ നമ്മൾ എത്ര എക്സ്ട്രാ ഡേ നോക്കുന്നു? എത്ര എക്സ്ട്രാ ഡേ നോക്കുമ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടുന്നു? 1 കിട്ടുന്നു. ഇനി നോക്കണം നമുക്ക് പ്ലസ് ആണോ മൈനസ് ആണോ. എന്താണ്? ആഫ്റ്റർ ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ പ്ലസ് ആണ്. അപ്പോൾ മൺഡേയുടെ കൂടെ +1 ആയി കഴിഞ്ഞാൽ ഏത് ദിവസം നമുക്ക് കിട്ടും? ട്യൂസ്ഡേ എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എറർ ഫ്രീ ആയിട്ട് ചെയ്യും. നമ്മൾ അവിടെ ഇരുന്ന് തല പോയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ട്യൂസ്ഡേ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ? പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായില്ലേ? എളുപ്പമല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. അടുത്തിലോട്ട് പോകാമല്ലോ, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 5 days after tomorrow is Sunday, then what was 9 days before yesterday? ക്വസ്റ്റ്യൻ ഇതാണ്. 5 days after tomorrow എന്ന് പറയുന്നത് സൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 9 days before yesterday എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. ദേ വരുന്നു ടൈമർ. നോക്കാം, കുറേ പേര് ആൻസർ ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് നമുക്ക് റീസണിങ് മാത്സും നമുക്ക് തീർക്കണം. അതിനുശേഷം നിങ്ങൾ കട്ടൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തോണം. അതിനുശേഷം നമ്മൾ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യും. നോക്കാം നമുക്ക്. വൺ മിനിറ്റ് ടൈം തരും. നിങ്ങൾ ടൈമർ നോക്കണ്ട. ഓക്കെ, ടൈമർ ജസ്റ്റ് എനിക്കൊരു റെഫറൻസിന് വേണ്ടി ഞാൻ വെച്ചേക്കുവാണ്. നിങ്ങൾ ചെയ്യുക, ടൈം നോക്കാനങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ടൈം കഴിഞ്ഞു. നമുക്ക് നോക്കാം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ നമ്മൾ അണ്ടർസ്റ്റാൻഡ് പോലും ചെയ്യണ്ട, ജസ്റ്റ് നോക്കുന്നു. 5 ഡേയ്സ്. 5 ഡേയ്സ് പറയുമ്പോൾ എത്ര ദിവസം? 5. ആ 5 നമ്മളിവിടെ എഴുതി. ദെൻ 5 ഡേയ്സ് ആഫ്റ്റർ ടുമാറോ. ടുമാറോയിൽ എന്തുണ്ട്? ഒരു 1 ഉണ്ട്. സോ ഞാൻ ആ 1 എഴുതി. ദെൻ വാട്ട് വാസ് 9 ഡേയ്സ്. ഇവിടെ 9 ഡേയ്സ് ഉണ്ട്. സോ അവിടുത്തെ 9ഉം ഞാൻ എന്ത് ചെയ്തു? ഇങ്ങോട്ട് എഴുതി. ഇനി യെസ്റ്റർഡേ എത്ര ഉണ്ട്? 1 ഡേ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 9 ഉം 10, 10 ഉം 11 ഉം 16 ദിവസമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ ഡേ നമ്മൾ നോക്കുന്നു. എക്സ്ട്രാ ഡേ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? 7 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14 പോവും. റിമൈൻഡർ എത്ര കിട്ടും? നമുക്ക് 2 കിട്ടും. ഇനി ഇത് +2 ആണോ -2 ആണോ എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട് ബിഫോർ ആണോ ആഫ്റ്റർ ആണോ എന്ന് നോക്കണം. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബിഫോർ യെസ്റ്റർഡേ നമ്മൾ ചോദിച്ചേക്കുന്നത്. സോ ഇതെന്താണ്? മൈനസ് ആണ്. അപ്പോൾ സൺഡേയിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ പുറകോട്ട് വരണം. സൺഡേയുടെ പുറകിൽ എന്ത് വരും? സാറ്റർഡേ വരും. സാറ്റർഡേയുടെ പുറകിൽ നമുക്ക് എന്ത് വരും? ഫ്രൈഡേ വരും. സോ നമ്മുടെ ആൻസർ ഇസ് ഫ്രൈഡേ. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഓഡ് ഡേ കാൽക്കുലേറ്റ് ചെയ്യുക, വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നേരത്തെ ചെയ്ത നമ്മുടെ ക്വസ്റ്റ്യന് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ
ആഫ്റ്റർ ആണ് നമ്മൾ ചോദിച്ചത്. ആഫ്റ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഓഡ് ഡേ നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് ബിഫോറാണ് ചോദിച്ചേക്കുന്നത്. ബിഫോർ ചോദിച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് എത്ര ഓഡ് ഡേ ആണോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പുറകോട്ട് കൊണ്ടുവരുന്നു. ഇത്രയേ ഉള്ളൂ. ഓഡ് ഡേയുടെ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കലണ്ടർ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും കലണ്ടർ ഇത്ര എളുപ്പമാണെന്നുള്ള കാര്യം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കിക്കേ. ഇഫ് 6 days before yesterday was Monday, then what will be 6 days after the day after tomorrow? ഓക്കെ, ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഓക്കെ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ദേ വരുന്നു ടൈമർ. ടൈമർ ഞാൻ തരാം, നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. 6 days before yesterday എന്താണ്, മൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 6 days after day after tomorrow എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ദേ വരുന്നു ടൈമർ. ചെയ്താട്ടെ. ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്, ശ്രദ്ധിച്ച് ചെയ്യണം ആൻസർ. ഓക്കെ, പലരും പല ആൻസേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ഓപ്ഷൻ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ആ ദിവസവും കാണും, അതിൻ്റെ മുന്നിലുള്ള ദിവസവും കാണും, പിന്നിലുള്ള ദിവസവും കാണും. അവിടെയാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അങ്ങോട്ട് ചെയ്യുക, ഒന്നും ചിന്തിക്കാനില്ല. നോക്കാം, കുറേ പേര് ആൻസർ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ടൈം കഴിഞ്ഞു, നോക്കാം. നോക്കിക്കേ, 6 days ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി, 6 എഴുതി. എസ്റ്റർഡേ എത്രയാണ്, 1. 6 days. ഡേ ആഫ്റ്റർ ടുമാറോ എന്നല്ലേ. ഡേ ആഫ്റ്റർ ടുമാറോ എന്ന് പറഞ്ഞാൽ എന്താ, മറ്റന്നാളാണ്. അപ്പോൾ ഇവിടെ എത്ര ദിവസമുണ്ട്, നാളെയുണ്ട്, മറ്റന്നാളുണ്ട്. സോ എത്ര ദിവസമുണ്ട്, 2 days ഉണ്ട് അല്ലേ. മറ്റന്നാൾ എന്ന് പറയുമ്പോൾ അവിടെ 2 ദിവസവും നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ആൻസർ ഇടുന്ന ചാറ്റിലോട്ട് ഇട്ടാൽ മതി, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ആൻസർ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പ്രശ്നം പറ്റുന്ന ഇവിടെ എന്ത് ചെയ്യും, 1 day ആയിട്ട് കൂട്ടും. അങ്ങനെയല്ല, കാര്യം ഡേ ആഫ്റ്റർ ടുമാറോ എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റന്നാളാണ്, 2 ദിവസമുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി, 6 + 1 + 6 + 2. അപ്പോൾ 6 6 12 1 13 2 15 കിട്ടി അല്ലേ. അപ്പോൾ 15 ആകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഡേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് എത്ര കിട്ടി, 1. ഇനി നമ്മൾ നോക്കുന്നു, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് എന്താ ആഫ്റ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്, ആഫ്റ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, +1 നമ്മൾ കൊടുക്കുന്നു അല്ലേ. +1 കൊടുക്കുമ്പോൾ റെഫറൻസ് എത്രയാ, മൺഡേ. അപ്പോൾ മൺഡേയുടെ കൂടെ +1 വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്യൂസ്ഡേ എന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ട്യൂസ്ഡേ ആർക്കൊക്കെ കിട്ടി, ഉണ്ണികൃഷ്ണന് കിട്ടി, ഷദ്ദു കിട്ടി, രാഹുൽ കിട്ടി, അഭിമന്യു കിട്ടി, ദെൻ സിജോ കിട്ടി. ഓക്കെ, ബാക്കിയുള്ളവർക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. സംഗതി സിമ്പിളാണ്. ഇവിടെ നമ്മൾ ഡേ ആഫ്റ്റർ ടുമാറോ എന്ന് പറഞ്ഞാൽ അവിടെ 2 ദിവസമാണെന്ന് നമ്മൾ ഓർക്കണം. ഡേ ആഫ്റ്റർ ടുമാറോ എന്ന് പറയുമ്പോൾ 2 ദിവസമുണ്ട്, ഷുവറാണത്. മറ്റന്നാളെന്ന് പറഞ്ഞാൽ 2 ദിവസമാണ്. അതാണ് അവിടുത്തെ ആ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ, പക്കാ സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ഇവിടെ 6 days എഴുതി, ഇവിടെ 1 day എഴുതി, ഇവിടെ 6 എഴുതി. ഇവിടെ മാത്രം ഡേ ആഫ്റ്റർ ടുമാറോ എന്ന് പറയുമ്പോൾ അവിടെ 1 day അല്ല, അവിടെ 2 day ഉണ്ട് എന്ന് നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കണം. സോ ടോട്ടൽ എക്സ്ട്രാ ഡേയ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ ഡേയ്സ് 15 കിട്ടും. അവിടെ നമ്മൾ എക്സ്ട്രാ ഡേ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, +1 ആണ് എക്സ്ട്രാ ഡേ, ഒരു ദിവസമാണ് എക്സ്ട്രാ ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, മൺഡേ നിന്ന് 1 day ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ട്യൂസ്ഡേ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. If 6 days after is Saturday, then what was 9 days before yesterday? ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നത്, 6 days after is Saturday, 6 ദിവസം കഴിയുമ്പോൾ സാറ്റർഡേ ആണ്. then what was 9 days before yesterday? അങ്ങനെയാണെങ്കിൽ 9 days before yesterday എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ചെയ്താട്ടെ, ദേ വരുന്നു ടൈമർ. 6 days after is Saturday, then what was 9 days before yesterday? ഓക്കെ, നോക്കാം. നൈറ്റ് റൈഡറെ സംഭവം കത്തിയോ, ആൻസർ ഒന്നും ചെയ്യുന്നില്ല.
ജിതേഷ് ഓഡിയോ ഓൺ ചെയ്തിട്ടില്ല. ഓക്കെ, ജിതേഷ് ടേൺ ഓൺ ഓഡിയോ. ഓക്കെ, നോക്കാം എങ്ങനെ ചെയ്യും. 6 days അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 6 എന്ന് നമ്മൾ എഴുതി. ആഫ്റ്റർ ഈ സാറ്റർഡേ, ദെൻ വാട്ട് വാസ് 9 days, 9 എഴുതി. ദെൻ എന്തുണ്ട്, ബിഫോർ എസ്റ്റർഡേ, അപ്പോൾ എത്ര ഉണ്ട്, 1. അപ്പോൾ 6 + 9 + 1, അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 16 എന്ന് കിട്ടി. സോ എക്സ്ട്രാ ഡേ നമ്മൾ നോക്കുന്നത്, എത്ര എക്സ്ട്രാ ഡേ ഉണ്ട്, 2 എക്സ്ട്രാ ഡേ ഉണ്ട്. ഇത് പ്ലസ് ആണോ മൈനസ് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എന്താ, ബിഫോർ എസ്റ്റർഡേ കണ്ടുപിടിക്കേണ്ടത്. സോ -2. സോ നമ്മുടെ ദിവസം എന്താണ്, സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേയുടെ പുറകിൽ ഫ്രൈഡേ വരും, ഫ്രൈഡേയുടെ പുറകിൽ എന്ത് വരും, ഫ്രൈഡേയുടെ പുറകിൽ തേഴ്സ്ഡേ വരും. ഇതെന്താ ആരും കിട്ടാഞ്ഞേ, ഒറ്റ ആൾ പോലും ആൻസർ ചെയ്തില്ലേ തേഴ്സ്ഡേ. ഓക്കെ, സുധീഷ് ആൻസർ ചെയ്തു, രാഹുൽ ആൻസർ ചെയ്തു, സിജു ആൻസർ ചെയ്തു, നവനീത് ആൻസർ ചെയ്തു, നന്ദു ആൻസർ ചെയ്തു, ഉണ്ണികൃഷ്ണൻ ആൻസർ ചെയ്തു. ഓക്കെ, വെരി നൈസ്. ഓക്കെ 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 മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. നമുക്കവിടെ എസ്റ്റർഡേ, ടുമാറോ അതൊക്കെ ഉണ്ട്, നമ്മൾ നോട്ടീസ് ചെയ്യണം. ടുഡേ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട കാര്യമില്ല, അത്രയേ ഉള്ളൂ കാര്യം. 6 days ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ 6 days ആഫ്റ്റർ സാറ്റർഡേ. അപ്പോൾ ഇവിടെ 6 days ഉണ്ട്, ഇവിടെ 9 days ഉണ്ട്, ഇവിടെ എന്തുണ്ട്, 1 day ഉണ്ട്. എല്ലാവരുടെ കൂട്ടുമ്പോൾ ടോട്ടലി നമുക്ക് 16 days കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ ഡേ നമ്മൾ കാൽക്കുലേറ്റ്. എക്സ്ട്രാ ഡേ എത്ര കിട്ടി, 2 കിട്ടി. ഇനി ഇത് 2 + 2 ആണോ -2 ആണോ തീരുമാനിക്കുന്നത് എന്താണ്, ഇവിടുത്തെ സംഗതി നമ്മൾ നോക്കിക്കോണം. എന്താ, ബിഫോർ ആണോ ആഫ്റ്റർ ആണോ. അവസാനം ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താ, ബിഫോർ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് കൊടുക്കുന്നു. സോ തേഴ്സ്ഡേ നിന്ന് 2 യൂണിറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക്, സാറ്റർഡേ നിന്ന് 2 യൂണിറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, തേഴ്സ്ഡേ എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് വരുന്നതായിരിക്കും. ക്ലിയർ, പക്ക അല്ലേ, സെറ്റ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 6. ഇഫ് 10 days ബിഫോർ എസ്റ്റർഡേ വാസ് Monday, then what will be the 5th day? ആലോചിച്ച് ചെയ്യണം. 10 days ബിഫോർ എസ്റ്റർഡേ എന്ന് പറയുന്ന മൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ 5th day? ചെയ്താട്ടെ, ദേ വരുന്നു ടൈമർ. 10 days ബിഫോർ എസ്റ്റർഡേ എന്ന് പറയുന്ന മൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ 5th day? 5ാമത്തെ ദിവസം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. What will be the 5th day? സിജു ആൻസർ ചെയ്തു, ഉണ്ണികൃഷ്ണൻ ആൻസർ ചെയ്തു, നന്ദു നോക്കാം ശരിയാണോ എന്ന്. ദെൻ ബേബീസൻ, ഓക്കെ നോക്കാം. 10 days ബിഫോർ എസ്റ്റർഡേ. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്, 10 ഉണ്ട്. എസ്റ്റർഡേയിൽ ഒരു 1 ഉണ്ട്. ദെൻ വാട്ട് വിൽ ബി ദ 5th day എന്ന് അല്ലേ. അപ്പോൾ നമുക്ക് 5th day ഞാൻ പറഞ്ഞാണ്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 5th day എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ആഫ്റ്റർ എന്തെന്ന് എഴുതാൻ പറ്റും, 4 days എന്ന് എഴുതാൻ പറ്റും അല്ലേ. കാര്യം 5th day എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആഫ്റ്റർ 4 days ആണ് അല്ലേ. അപ്പോൾ 4 days ആകുമ്പോൾ എന്താണ്, 4 എന്ന് കിട്ടും. സോ നമുക്ക് എത്ര കിട്ടും, 10 + 1 + 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 10 + 1 11, 11 4 എത്ര കിട്ടി, നമുക്ക് 15. എത്ര എക്സ്ട്രാ ഡേ, ഒരു എക്സ്ട്രാ ഡേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നമുക്ക് ആഫ്റ്റർ ആണ്. സോ +1. സോ മൺഡേയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, +1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ട്യൂസ്ഡേ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ട്യൂസ്ഡേ, ചൊവ്വാഴ്ചയാണ് നമ്മുടെ ആൻസർ. ചൊവ്വാരൊക്കെ ചെയ്തു, രാഹുൽ ചെയ്തു, ദെൻ നന്ദു ചെയ്തു, ഉണ്ണികൃഷ്ണൻ ചെയ്തു, സിജോ ചെയ്തു. ഓക്കെ, ബാക്കിയുള്ളവർ കത്തിയല്ലോ, സംഗതി കത്തിയല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളെ 5th day എന്ന് കണ്ട് നമുക്ക് 2 കാര്യങ്ങളെ നമുക്ക് അറിയത്തുള്ളൂ, ആഫ്റ്റർ അല്ലെങ്കിൽ ബിഫോർ. അതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഫ്റ്റർ ബിഫോറിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മാറ്റണം. അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളാണ്, ബാക്കിയെല്ലാം സിമ്പിളാണ്. ഓൾഡ് ഡേ കണ്ടുപിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പം ചെയ്യാൻ പറ്റും. ഇവിടെ 10 days ഉണ്ട്, ഇവിടെ ഒരു ദിവസമുണ്ട്. ഇവിടെ എന്താണ് 5th day എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 4 days ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, 5th day വേണമെങ്കിൽ നമുക്ക് ആഫ്റ്റർ 4 ദിവസം കഴിയുമ്പോഴാണ് 5ാമത്തെ ദിവസം. സോ നമുക്ക് എത്ര കിട്ടും, 15/7 r = +1 കിട്ടും. സോ മൺഡേ +1 നമുക്ക് എന്ത് കിട്ടും, ട്യൂസ്ഡേ എന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
If 5 days before yesterday was Saturday, then what will be the 9th day from today? Okay, 5 days before yesterday എന്ന് പറഞ്ഞാൽ സാറ്റർഡേ ആണ്. then what will be the 9th day from today? ചെയ്താട്ടെ, ദേ വരുന്നു ടൈമർ. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെടുക്കാം? 5 ഡേ നമുക്ക് എടുക്കാം. 9th ഡേ ഫ്രം ടുഡേ ആണ്. അപ്പോൾ എത്ര ദിവസം കാണും? 9 ഡേയ്സ് കാണും. ഇന്ന് കഴിഞ്ഞിട്ട് 9 ദിവസമാണ്. സോ 9th ഡേ. സോ നമുക്ക് എത്ര കിട്ടി? 9 + 5 നമുക്ക് എത്ര കിട്ടും? 14 എന്ന് കിട്ടും. സോ നോ എക്സ്ട്രാ ഡേ. അപ്പോൾ 0 എക്സ്ട്രാ ഡേ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സാറ്റർഡേ എന്തായിട്ട് മാറും? സൺഡേ ആയിട്ട് മാറും. ഓക്കെ, സൺഡേ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം. 5 days before yesterday was Saturday. 5 ദിവസം മുമ്പ് yesterday ആണ്. സോ നമുക്ക് 5 കിട്ടി. ഇനി ഇന്നും കൂടെ ഇന്ന് കഴിഞ്ഞിട്ട് 9th ദിവസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി പറയുന്നത് എന്താണ്? എന്താ പറയുന്നത്? 10th ഡേ ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ 10th ഡേ ആകുമ്പോൾ yesterday നമ്മൾ നോക്കേണ്ട. yesterday നോക്കിയില്ലല്ലേ, സോറി, 1 second. അപ്പോൾ നമുക്ക് എന്താ ഒരു ഷിഫ്റ്റ് കൂടെ വരും. ഓക്കെ, ഫൈൻ. അപ്പോൾ 5 days, yesterday എത്രയാണ്? 1 day, ഇവിടെ 9 days. സോ നമുക്ക് എത്ര കിട്ടും? 9 + 1 + 5 നമുക്ക് എത്ര കിട്ടി? 9 + 1 10, 15 കിട്ടും. 15 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? നമുക്ക് 7. അപ്പോൾ റിമൈൻഡർ ഇസിക്കൽ ടു നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ +1 സാറ്റർഡേ എന്തായിട്ട് മാറും? സൺഡേ ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ. ഞാൻ യെസ്റ്റർഡേ സ്കിപ്പ് ചെയ്ത് പോയതാ, ഞാൻ ശ്രദ്ധിച്ചില്ല യെസ്റ്റർഡേ. ഓക്കെ, ക്ലിയർ അല്ലേ? വളരെ എളുപ്പമല്ലേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ? ഭയങ്കര എളുപ്പമാണ്. ടുഡേ മുതൽ 9 ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ? 10th ഡേ ആണ് നമുക്ക് ആവശ്യമുള്ളത്. ടുഡേയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ 10th ഡേ ആണ്. അപ്പോൾ 10th ഡേ എന്ന് പറയുമ്പോൾ എന്താ? ആഫ്റ്റർ 9 days ആണ്. ഓക്കെ, നമ്മൾ ഡാഷ് ഇടുമ്പോൾ കറക്റ്റായിട്ട് ടുഡേക്ക് ഡാഷ് ഇടും, ദെൻ ഒരു 9 days ഇടും, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ടുഡേയും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 10th ഡേ ആണ് നമ്മോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ 9 days ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സംഭവം കത്തിയോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും. ഇത്രയും ദിവസം എന്ന് പറയുന്നത് എത്രയാണ്? 10 days ആണ് മൊത്തത്തിൽ. 10th ഡേ ആണ് നമ്മുടെ ഇൻഡയറക്ട്ലി ചോദിച്ചേക്കുന്നത്. അപ്പോൾ 10th ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ എന്താണ്? 9 days ആണ്. അപ്പോൾ അവിടെ ടോട്ടലി നമുക്ക് 9 കിട്ടും. സോ ഈ 9 ഇവിടുത്തെ യെസ്റ്റർഡേയുടെ 1, ഇവിടുത്തെ 5, ടോട്ടലി 15/7 നമുക്ക് എത്ര കിട്ടും? ഓഡ് ഡേ നമുക്ക് 1 കിട്ടും. സോ സാറ്റർഡേ എന്തായിട്ട് മാറും? സൺഡേ ആയിട്ട് മാറും. സൺഡേ ആർക്ക് കിട്ടിയിട്ടുണ്ട്? സൺഡേ ശിവകുമാർ, ബേബിസൻ, സുധീഷ്. ഓക്കെ, വേറെ ആർക്ക് സൺഡേ കിട്ടിയില്ല അല്ലേ? സൺഡേ കിട്ടാത്തവർക്ക് നൈറ്റ് റൈഡർ സൺഡേ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നന്ദു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. മനസ്സിലായോ? പെർഫെക്റ്റ് ആയോ? സംഭവം കത്തിയോ? ഇത്രയേ ഉള്ളൂ ടൈപ്പ് 3 എന്ന് പറയുന്നത്. ടൈപ്പ് 3ൽ എന്തെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ടൈപ്പ് 3ൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്, ഒരു ഡൗട്ടും ഇല്ല. എത്ര സെക്കൻഡ്സ് വേണം ഇനി ചെയ്യാനായിട്ട്? 10 seconds താഴെ പോരെ. പേന പോലും നമുക്ക് വേണ്ടി വരില്ല. പക്ഷേ നമ്മൾ അശ്രദ്ധ കാണിക്കല്. ഇപ്പം ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത കൂട്ട് നമുക്ക് ആ ചെറിയൊരു സംഭവം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. ഉറപ്പായിട്ടും ആ സാധനം നമ്മുടെ ഓപ്ഷനിലും കാണും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോവാം. നെക്സ്റ്റ് ടൈപ്പ് 4. ടൈപ്പ് 4 നോക്കിക്കേ. 15th August 2003 ഈസ് ഫ്രൈഡേ എങ്കിൽ 15th August 2015 എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ എന്താണ്? ഡേറ്റ് രണ്ടും സെയിം ആണ്, മന്ത് രണ്ടും സെയിം ആണ്, എന്നാൽ ഇയർ എന്താണ്? ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഡേറ്റ് സെയിം ആണ്, മന്ത് സെയിം ആണ്, എന്നാൽ ഇയർ എന്താണ്? ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക് ആദ്യം നോക്കാം.
ശ്രദ്ധിച്ചേ, ഫസ്റ്റ് ക്വസ്റ്റൻ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങൾ അടുത്ത ക്വസ്റ്റൻ നിങ്ങൾ ചെയ്താൽ മതി, എന്നാലേ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തുള്ളൂ. നോക്കിക്കേ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? ഏത് ക്വസ്റ്റൻ ആയാലും നമുക്ക് ഓഡ് ഡേയ്സ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പം നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ 15 ഓഗസ്റ്റ് 2003 15 ഓഗസ്റ്റ് 2015 ഇടയ്ക്ക് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നു. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2013 2015 ഇടയ്ക്ക് എത്ര ഓഡ് ഡേയ്സ് നോക്കുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം 2003 2015 ഇടയ്ക്ക് എത്ര വർഷമുള്ളത്? എത്ര വർഷമുണ്ട്? 12 ഇയേഴ്സ് ഉണ്ട് അല്ലേ. 12 വർഷമാണ് നമുക്ക് ഉള്ളത്. സോ നമുക്കറിയാം 12 വർഷമുള്ളത്. ആ 12 വർഷത്തിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ട്, എത്ര നോർമൽ ഇയർ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാ ഡേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു എക്സ്ട്രാ ഡേ അല്ലെങ്കിൽ ടോട്ടൽ ഡേയ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ മതി? നമ്മൾ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 12 ഇയേഴ്സ് ഡിഫറൻസ് നമുക്ക് കിട്ടി. ഇനി എത്ര ലീപ്പ് ഇയർ ഉണ്ടോ ആ ലീപ്പ് ഇയർ നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ലീപ്പ് ഇയർ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു 2 ഇയർ നമുക്ക് റെഫറൻസിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 3 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് എക്സാക്ട് ശരിയാവണമെന്ന് യാതൊരു വിധ നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 3 കഴിഞ്ഞാൽ പിന്നെ ലീപ്പ് ഇയർ എത്രയാണ്? 4 ലീപ്പ് ഇയർ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ എത്ര വരും? 8 ലീപ്പ് ഇയർ ആണ്. പിന്നെ എത്ര വരും? 12 ലീപ്പ് ഇയർ ആണ്. പിന്നെ എത്ര വരും? 16 വരും. സോ നമ്മൾ 16 കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാര്യം നമുക്ക് 2015 വരെ ഉള്ളൂ. സോ എത്ര ലീപ്പ് ഇയർ ഉണ്ട്? 3 ലീപ്പ് ഇയേഴ്സ് ഉണ്ട്. ആ 3 ലീപ്പ് ഇയർ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 15 എന്ന് നമുക്ക് ഓഡ് ഡേയ്സ് കിട്ടി. ഇവിടെ നമുക്ക് ഡേറ്റും മന്തും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് വെച്ച് മാത്രമേ ഓഡ് ഡേയ്സ് കിട്ടത്തുള്ളൂ? ഇയറിനകത്ത് വെച്ച് മാത്രമേ നമുക്ക് ഓഡ് ഡേയ്സ് കിട്ടത്തുള്ളൂ. സോ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 15 ഡേയ്സ് ആണ് ടോട്ടലി ഉള്ളത്. അപ്പോൾ അതിനകത്ത് എത്ര ഓഡ് ഡേയ്സ് ഉണ്ട് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? 15/7. അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? 1 എന്ന് നമുക്ക് ഓഡ് ഡേ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി നമ്മൾ നോക്കുന്നു 2003 നിന്ന് 2015 വരുന്നത്. അപ്പോൾ എന്താ? പ്ലസ് ആണ് ആക്ച്വലി അല്ലേ, മുന്നോട്ടാണ് വന്നേക്കുന്നത്. അപ്പം എന്തായിരിക്കും? +1 ആയിരിക്കും. സോ ഫ്രൈഡേ +1 നമുക്ക് എന്ത് കിട്ടും? സാറ്റർഡേ എന്ന് നമുക്കിതിൻ്റെ ആൻസർ വളരെ എളുപ്പം നമുക്ക് കിട്ടും. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാം. നോക്കിക്കേ, 15 ഓഗസ്റ്റ് 2003 ഫ്രൈഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 15 ഓഗസ്റ്റ് 2015 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡേറ്റ് സെയിം ആണ്, മന്ത് സെയിം ആണ്, ഇയർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ടോട്ടലി എത്ര ഇയേഴ്സ് ആണ് ഇതിനിടയ്ക്ക് ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കും. എത്ര ഇയേഴ്സ് ഉണ്ട്? 12 ഇയേഴ്സ് ഉണ്ട്. ആ 12 ഇയേഴ്സിനകത്ത് എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നു. എത്ര ലീപ്പ് ഇയർ ഉണ്ട്? 3 ലീപ്പ് ഇയർ ആണ് നമുക്കുള്ളത്. നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 12 ഇയറിൽ 3 ലീപ്പ് ഇയർ ആണെങ്കിൽ ബാക്കിയുള്ള 9 എന്തായിരിക്കും? ഓർഡിനറി ഇയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ലീപ്പ് ഇയറിൽ 2 എക്സ്ട്രാ ഡേ ആണ്. അങ്ങനെ 6, ഇവിടെ 9, അങ്ങനെയാണ് നമുക്ക് 15 കിട്ടുന്നത്. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇതെങ്ങനെ എളുപ്പം നമ്മൾക്ക് ആ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം. എന്ത് ചെയ്യുന്നു? എത്രയാണോ ഇയർ ഉള്ളത് അത് അതുപോലെ ഇടുന്നു. അണ്ട് ലീപ്പ് ഇയർ എന്ത് ചെയ്യുന്നു? അതിൻ്റെ കൂടെ നമ്മൾ കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ 12 + 3 നമുക്ക് എത്ര കിട്ടും? 15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മൾ ഓഡ് ഡേ കണ്ടുപിടിക്കണം. ഓഡ് ഡേ കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 7 വെച്ച് ചെയ്യുമ്പോൾ എത്രയാണോ റിമൈൻഡർ, അപ്പോൾ 15നെ 7 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടും? 1 റിമൈൻഡർ നമുക്ക് കിട്ടി. ആ 1 ആണ് ഓഡ് ഡേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? 15 ഓഗസ്റ്റ് 2015 നമുക്ക് വേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 15 ഓഗസ്റ്റ് 2003 ആണ് നമുക്ക് തന്നേക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? ഒരു മുന്നോട്ടുള്ളതാണ് നമ്മൾ ചോദിച്ചത്. മുന്നോട്ട് എവിടെ കണ്ടാലും അവിടെ എന്താണ്? പ്ലസ് ആണ്. സോ ഫ്രൈഡേ +1 നമുക്ക് എന്ത് കിട്ടും? ഫ്രൈഡേ +1 സാറ്റർഡേ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞോ. ഒന്നുകൂടെ പറയണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പറയാം. ഓക്കെ ആണ്. കത്തി. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 നിങ്ങൾ പെട്ടെന്ന് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിക്കേ. 10th January 2019 is Saturday. Then 10th January 2029 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 10th January 2019 എന്ന് പറയുന്ന സാറ്റർഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 10th January 2029 എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ദേ വരുന്നു ടൈമർ. 10th January 2019 എന്ന് പറയുന്ന സാറ്റർഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 10th January 2029 എത്ര എന്നാണ് നമ്മുടെ ചോദ്യം.
ഞാൻ 1 മിനിറ്റ് കൂടെ തരാം, പെട്ടെന്ന് ചെയ്യാലോ ചെയ്യാം. 1 more minute കൂടെ ഞാൻ തരാം. നോക്കാം. എല്ലാവരും പല പല ആൻസേഴ്സാണ്. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, എല്ലാവരും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്കുന്നത് ശരിയാണോ എന്നുള്ളത്. ഓക്കെ, ടൈം കഴിഞ്ഞു, നമുക്ക് നോക്കാം. നോക്കിക്കേ, 10th January 2019 എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. നമുക്ക് വേണ്ടത് 10th January 2029. അപ്പോൾ എത്ര ഉണ്ട് ഇയർ? 10 വർഷമാണുള്ളത് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നോക്കണം എത്ര ലീപ്പ് ഇയർ ഉണ്ടത്. ഞാൻ പറഞ്ഞ ഒരു കാരണവശാലും ലീപ്പ് ഇയർ നമ്മൾ എങ്ങനെ ചെയ്യല്, 10/4 വെച്ച് 2 എന്ന് എഴുതരുത്. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം, പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, 2019 കഴിഞ്ഞാൽ പിന്നെ ഏതാ ഉള്ളത്? 20 20 ലീപ്പ് ഇയർ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ 24 ലീപ്പ് ഇയർ ആണ്. പിന്നെ നമുക്ക് എത്ര ഉണ്ട്? 28. എത്ര ലീപ്പ് ഇയർ ഉണ്ട്? 3 ലീപ്പ് ഇയേഴ്സ് ആണ് നമുക്കിവിടെ ഉള്ളത് അല്ലേ? 2020, 2024, 2028. അത് കഴിഞ്ഞാൽ പിന്നെ 32ലേക്ക് പോകും. 32 എന്ന് പറയുമ്പോൾ എന്താ, 29 താണ്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം നമുക്കില്ല. അപ്പോൾ 3 ലീപ്പ് ഇയർ. അപ്പോൾ 3 ലീപ്പ് ഇയർ ആകുമ്പോൾ എത്ര എക്സ്ട്രാ ഡേ, എത്ര ഡേയ്സ് കിട്ടി? 13. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഡേ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 7 ആണല്ലേ? അപ്പോൾ 7 എത്ര ഉണ്ട് ബാക്കി? 3 ആകുമ്പോൾ 10, 13. എത്ര എക്സ്ട്രാ ഡേ ഉണ്ട്? 6. നമ്മൾ നോക്കണം ഇത് നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ, എങ്ങോട്ടാണ് വരുന്നത്? 19 നിന്നും 29ലേക്ക്. അപ്പോൾ മുന്നോട്ട് എത്ര? 6 ആണ് മുന്നോട്ട് അല്ലേ? അപ്പോൾ സാറ്റർഡേയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 6 നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എത്ര കിട്ടും നമുക്ക്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഫ്രൈഡേ കിട്ടിയ എത്ര പേരുണ്ട്? ഷദ്ദു, നവനീത്, ശിവകുമാർ, ദീപേഷ്, ശ്യാം, സിജോ, രാഹുൽ, സുധീഷ്, അഭിമന്യു, ഷദ്ദു, നന്ദു. ഓക്കെ, ഇത്രയും പേർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ആൻസർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രൈഡേ ഒന്നും കൂടെ ഞാൻ പറയാം. നമുക്കറിയാം 2019 2020 ഇടയ്ക്ക് 10 ഇയേഴ്സ് ആണുള്ളത്. അതിനകത്ത് എത്ര ലീപ്പ് ഇയർ ഉണ്ട്? എത്ര ലീപ്പ് ഇയർ ഉള്ളത്? 3 ലീപ്പ് ഇയർ. ഏതൊക്കെയാണ്? 20, 24, 28. ഇവിടെ നമ്മൾ 10/2 എടുത്ത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 10/4 എടുത്ത് ചെയ്താൽ നമുക്ക് 2 ലീപ്പ് ഇയർ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ആൻസർ തെറ്റാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോൾ നമുക്ക് റെഫറൻസ് ഇയേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് മാനുവലി നമ്മൾ എഴുതി നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് തെറ്റും. അപ്പോൾ 20, 24, 28 ഇതെല്ലാം എന്താണ്? ലീപ്പ് ഇയേഴ്സ് ആണ്. സോ 3 ലീപ്പ് ഇയർ. അങ്ങനെ ആകെ എത്ര? 13 ദിവസമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 13/7 എത്ര എക്സ്ട്രാ ഡേ കിട്ടും? 6 എക്സ്ട്രാ ഡേ നമുക്ക് കിട്ടും. ഈ 6 വന്ന് എങ്ങനെയാണെന്ന് അറിയാലോ? റിമൈൻഡറാണ്. 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡറാണ് ഈ 6 എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നു മുന്നോട്ടാണോ പിന്നോട്ടാണോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, 19 നിന്നും 29ലേക്ക് നമുക്ക് വരേണ്ടത്. അപ്പോൾ മുന്നോട്ടാണ്. അപ്പോൾ സാറ്റർഡേയിൽ നിന്നും 6 ദിവസം മുന്നോട്ട് പോയാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രൈഡേ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിയാക്കുന്നു വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. 10th October 2019 is Tuesday. 10th October 2009 എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. 10th October 2009 എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 10th October 2009 എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ദേ വരുന്നു ടൈമർ. 10th October 2019 എന്ന് പറയുന്ന ട്യൂസ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 10th October 2009 എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ചെയ്തോട്ടെ.
ശ്രദ്ധിച്ച് ചെയ്യേ, എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യേ. പലരും പല ആൻസേഴ്സാണ് ഇപ്പോഴും അയക്കണത്. കോൺസെൻട്രേഷൻ പോവരുത്. കുറച്ച് സമയം എടുത്തരാം. സിമ്പിൾ അല്ലേ, ഒന്നുമില്ല. ഇത്രയും 2 മിനിറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ആക്ച്വലി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, നോക്കാം. ഇത്രയും ടൈം സഫീഷ്യൻ്റ് ആണ്. നോക്കാം. നോക്കിക്കേ, എത്ര വർഷമുണ്ട് ഇവിടെ? ഇവിടെ എത്രയുണ്ട്? 10 സബ്സ്ട്രാക്ഷൻ ചെയ്താൽ മതി അല്ലേ. 9 10 കൂട്ടും 10. അപ്പോൾ 10 ഇനി എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് ഏതാ? 2009 ആണ് അല്ലേ. അപ്പോൾ 9 ലീപ്പ് ഇയർ അല്ല. 10 ലീപ്പ് ഇയർ ആണോ? അല്ല. 11 ലീപ്പ് ഇയർ ആണോ? അല്ല. 12 ലീപ്പ് ഇയർ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 16 ലീപ്പ് ഇയർ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ 20 വരില്ല. അപ്പോൾ നമുക്ക് 2 ലീപ്പ് ഇയർ. സോ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് എന്താ വേണ്ട? ഓഡ് ഡേ വേണം. ഓഡ് ഡേ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും നമ്മൾ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? റിമൈൻഡർ എത്ര കിട്ടും? 7 3 10 2 12. എത്ര കിട്ടും നമുക്ക്? 5 എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കണം പ്ലസ് ആണോ മൈനസ് ആണോ എന്നല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? 2019 നിന്നും 2009 വരേണ്ടത് എന്ന് പറഞ്ഞാൽ പുറകോട്ടാണെങ്കിൽ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ ട്യൂസ്ഡേയിൽ നിന്ന് എന്ത് ചെയ്യണം? പുറകോട്ട് ഒരു 5 പ്രാവശ്യം മൈനസ് നമുക്ക് വരണം അല്ലേ. 5 വരുമ്പോൾ ട്യൂസ്ഡേയുടെ ഒന്ന് പുറകിൽ എന്ത് കിട്ടും നമുക്ക്? മൺഡേയുടെ പുറകിൽ നമുക്ക് എന്ത് കിട്ടും? സൺഡേയുടെ പുറകിൽ നമുക്ക് സാറ്റർഡേയുടെ പുറകിൽ നമുക്ക് എന്ത് കിട്ടും?